ജാമ്യം ലഭിച്ച ശേഷവും ജയിലിൽ നിന്ന് പുറത്തിറങ്ങാതിരുന്ന സംഭവത്തിൽ വ്യവസായി ബോബി ചെമ്മണ്ണൂരിന്റെ മാപ്പപേക്ഷ സ്വീകരിച്ച് ഹൈക്കോടതി. ബോബി ചെമ്മണ്ണൂരിനെതിരായ കേസ് നടപടികൾ കോടതി ഇപ്പോൾ അവസാനിപ്പിച്ചിരിക്കുകയാണ്. തന്റെ മാപ്പപേക്ഷ സ്വീകരിച്ചതിൽ സന്തോഷമുണ്ടെന്നും പരസ്യമായി മാപ്പപേക്ഷിക്കുന്നെന്നും ബോബി ചെമ്മണ്ണൂർ 24-നോട് പ്രതികരിച്ചു. ഒരു തരത്തിലുള്ള പ്രതികരണവും നടത്തരുതെന്നും ആരാധകരോട് ബോബി ചെമ്മണ്ണൂർ പറഞ്ഞു. വളരെ സന്തോഷമുണ്ട് കാര്യത്തില്. പിന്നെ ഇതാണ് അവിടെ ഒരു ഇത് വന്നിട്ടുള്ളത്. നമ്മുടെ ഭാഗത്തു നിന്ന് നമ്മൾ മാപ്പ് പറയുകയുണ്ടായി. കാരണം നമ്മളെ വാക്കുകൊണ്ട് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടും മാപ്പ് പറയാൻ എനിക്ക് യാതൊരു ഈഗോ കോംപ്ലക്സും ഒന്നുമില്ല എന്നുള്ളതാണ്. നമ്മൾ അങ്ങനെയുള്ള ഒരു ഇത് വരികയുണ്ടായി. പിന്നെ വേറെ രീതിയിലേക്ക് അങ്ങനെ ഉദ്ദേശിച്ചിട്ടൊന്നും ഞാൻ ചിന്തിച്ച് അങ്ങനെ ചെയ്തിട്ടല്ല, ബോധത്തോടു കൂടി അങ്ങനെ പറഞ്ഞിട്ടുള്ളതല്ല. എന്തെങ്കിലും തരത്തില് അങ്ങനത്തെ തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്ഷമിക്കണമെന്ന് അപേക്ഷിക്കുകയുണ്ടായി. ഇന്ന് വരെ എന്റെ ജീവിതത്തിൽ ചെയ്തിട്ടുമില്ല, ഫ്യൂച്ചറിൽ ഒരിക്കലും ചെയ്യില്ല. അങ്ങനെ ഒരിക്കലും ചെയ്യില്ല. കോടതിയെ ബഹുമാനിക്കുന്നു. എനിക്ക് നീതിന്യായ വ്യവസ്ഥയിൽ വളരെ വിശ്വാസമുണ്ട്. തീർച്ചയായിട്ടും ഒരിക്കലും അങ്ങനത്തെ ഒരു ഉദ്ദേശമില്ല. ഞാൻ നേരത്തെ തന്നെ എല്ലാ ജില്ലയിലും ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റ് അതിന്റെ കോർഡിനേറ്റേഴ്സിന് പറഞ്ഞു, ഒരിക്കലും നിങ്ങൾ ഇങ്ങോട്ട് വരരുത്, ഇതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ഒരുമിച്ച് കാണാം. ഇവിടെ വന്ന് എന്ത് ചെയ്താലും അതിന്റെ ഒക്കെ ദോഷം എനിക്ക് ഉണ്ടാവുക, ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ടാന്ന് വിചാരിക്കും. അതുകൊണ്ടൊക്കെ എല്ലാ ജില്ലയിലും നേരത്തെ തന്നെ ഡയറക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഒരിക്കലും നമുക്കറിയുന്ന തരത്തിൽ നമ്മൾ പറഞ്ഞിട്ടോ ആരും അവിടെ വന്നിട്ടില്ല. നമ്മൾ ചാരിറ്റി പ്രവർത്തനങ്ങൾ വ്യാപൃതമാണ്. നമ്മുടെ ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളിലാണ് കൂടുതൽ ശ്രദ്ധിക്കുന്നത്. ഇതുപോലെയുള്ള കാര്യങ്ങളിലേക്ക് ഒന്നുമല്ല. തീർച്ചയായിട്ടും അന്നും പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴും അത് തന്നെയാണ് അവരോട് പറയാനുള്ളത്. തീർച്ചയായിട്ടും അവരുടെ സ്നേഹം എനിക്കുണ്ട്, എനിക്ക് മനസ്സിലാക്കാം. തീർച്ചയായും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അതുണ്ട്. പക്ഷെ ഒരിക്കലും വികാര പ്രകടനങ്ങളായിട്ടോ രീതിയിലേക്കൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. ബോബി ചെമ്മണ്ണൂരിനെതിരെ കടുത്ത വിമർശനമാണ് കേസ് സ്വമേധയാ പരിഗണിച്ച് ഹൈക്കോടതി നടത്തിയത്. ഹൈക്കോടതി കേസ് പരിഗണിക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ നടപടിക്രമങ്ങൾ വേഗത്തിൽ പൂർത്തിയാക്കി. രാവിലെ ബോബി ചെമ്മണ്ണൂർ ജയിൽ മോചിതനായിരുന്നു. കാക്കനാട് ജില്ലാ ജയിലിനു മുന്നിലും നാടകീയ സംഭവങ്ങളാണ് അരങ്ങേറിയത്. എസ് ശ്രീകാന്ത് ചേരുന്നുണ്ട്, ഒപ്പം എസ് ശ്യാംകുമാറും. ആദ്യം ശ്രീകാന്തിലേക്കാണ്. ശ്രീകാന്ത്, ഗുഡ് ഈവനിങ്. ഇതിങ്ങനെ മാറിപ്പോവും, സോറി. നമ്മൾ ഇന്നലെ തുടങ്ങി കാണുന്നത് നാടകീയമായ രംഗങ്ങളാണ് ജയിലിന് മുന്നിൽ അരങ്ങേറുന്നത്. ഇന്നും അതങ്ങനെ തന്നെ. പക്ഷെ ഒരുപക്ഷെ ജാമ്യം റദ്ദാക്കുന്നതിലേക്ക് വരെ കാര്യങ്ങൾ പോകുമോ എന്ന് എല്ലാവരും അത്തരത്തിൽ ആശങ്ക, അല്ലെങ്കിൽ അങ്ങനെ വരുമോ എന്നൊരു ചിന്തയുണ്ടായിരുന്നു. പക്ഷെ അത് അങ്ങനെ ഉണ്ടായില്ല. മാപ്പ് അപേക്ഷിക്കുന്നു ബോബി ചെമ്മണ്ണൂർ. മാപ്പപേക്ഷ ഹൈക്കോടതി അതങ്ങനെ സ്വീകരിക്കുകയും ചെയ്തിരിക്കുന്നു. അതങ്ങനെ ഒഴിഞ്ഞു പോയിരിക്കുന്നു, അല്ലേ? ഗുഡ് ഈവനിങ്. ഇതിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് രാവിലെ ബോച്ചെ എന്ന ബോബി ചെമ്മണ്ണൂർ ജയിലിൽ നിന്നും ഇറങ്ങി വന്നത് ഒരു അമാനുഷിക കഥാപാത്രത്തെ പോലെയാണ്. അതായത് റിമാൻഡ് തടവുകാർക്ക് വേണ്ടി താൻ സംസാരിക്കാൻ വേണ്ടിയാണ് ഇന്നലെ കുറച്ച് സമയം അവിടെ ചിലവഴിച്ചത് എന്നൊക്കെയായിരുന്നു അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത്. പക്ഷേ ഉച്ച കഴിഞ്ഞപ്പോൾ ബോച്ചെ പൂച്ചയാകുന്ന കാഴ്ചയാണ് കണ്ടത്. കാരണം കോടതി ഇന്ന് രാവിലെ 10:15 കേസെടുത്ത അതിരൂക്ഷ വിമർശനം ഇന്ന് ബോബി ചെമ്മണ്ണൂരിനെതിരെ നടത്തി. ഈ റിമാൻഡ് തടവുകാരുടെ കാര്യം നോക്കാൻ, പരിഗണിക്കാൻ താങ്കൾ ആരാണ്? അതിനിവിടെ നീതിന്യായ വ്യവസ്ഥയുണ്ട് എന്നാണ് ഇന്ന് കോടതി പറഞ്ഞത്. 2 നിരുപാധികം മാപ്പ് ബോബി ചെമ്മണ്ണൂരിന്റെ അഭിഭാഷകൻ പറഞ്ഞപ്പോൾ അത് കേൾക്കാൻ കോടതി തയ്യാറായില്ല. ഉച്ചയ്ക്ക് 1:45 കേസ് വീണ്ടും മാറ്റിവെച്ചു. രാവിലെ പരമാവധി പ്രതിരോധിച്ച് നിന്ന ബോബി ചെമ്മണ്ണൂർ ഉച്ചയായപ്പോൾ അടവ് മാറ്റി. അഭിഭാഷകൻ നിരുപാധികം മാപ്പ് വീണ്ടും പറഞ്ഞു. ഈ ഇന്നലെ ജയിലിൽ നിന്നും ഇറങ്ങാതിരുന്നത് റിമാൻഡ് തടവുകാരുടെ കാര്യം കൊണ്ടല്ല, നേരെ മറിച്ച് പാലാരിവട്ടത്തൊക്കെ മെട്രോ പണി നടക്കുന്നുണ്ട്. ഹൈക്കോടതിയിൽ നിന്നും ഉത്തരവുമായി ഓടി അവിടേക്ക് എത്താൻ തനിക്ക് സാധിച്ചില്ല എന്ന് അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടി. അതിനാലാണ് ഇന്നലെ ഇറങ്ങാൻ സാധിക്കാതിരുന്നത്. അപ്പോൾ നിങ്ങൾ ഇന്ന് രാവിലെ നടത്തിയ അഭിപ്രായ പ്രകടനമോ എന്ന് കോടതി ചോദിച്ചു. അപ്പോൾ പറഞ്ഞത് മാധ്യമങ്ങളെല്ലാം കൂടി വട്ടത്തിൽ വന്ന് നിന്നപ്പോൾ തനിക്ക് പെട്ടെന്ന് ഓർമ്മ ഒന്നും ഉണ്ടായിരുന്നില്ല, അതിനിടയിൽ അങ്ങ് പറഞ്ഞു പോയതാണ് എന്ന് പറഞ്ഞൊഴിയാനും ബോബി ചെമ്മണ്ണൂർ ഒരു ശ്രമം നടത്തി. നിങ്ങൾ നീതിന്യായ സംവിധാനത്തെ അവഹേളിക്കുകയാണ്, അപമാനിക്കുകയാണ് എന്ന് കോടതി പറഞ്ഞു. മാത്രമല്ല കോടതി ഒരു കാര്യം കൂടി ചൂണ്ടിക്കാണിച്ചത്, എന്തും വില കൊടുത്ത് വാങ്ങാം എന്ന് നിങ്ങൾ കരുതരുത് എന്ന് ബോബി ചെമ്മണ്ണൂരിന് താക്കീത് നൽകി. ഒപ്പം ഇന്ന് രാവിലെ മെൻസ് അസോസിയേഷൻ എന്ന പേരിൽ അദ്ദേഹം ആഗോള പ്രസിഡന്റ് എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്, അഖില ലോക പ്രസിഡന്റ് എന്ന് അദ്ദേഹം സ്വയം പരിചയപ്പെടുത്തിയിരുന്ന ഒരു മുടി നീട്ടി വളർത്തിയ ഒരു കക്ഷി,
ആ പുള്ളിയും ബോബി ചെമ്മണ്ണൂറിന് പരമാവധി പണിയാണ് കൊടുത്തത് എന്ന് പറയാതിരിക്കാൻ സാധിക്കില്ല. ഇന്ന് ഈ കേസെടുത്തപ്പോൾ കോടതി പറഞ്ഞത് ജയിലിൽ നിന്നും ഇറങ്ങി വന്നപ്പോൾ ഒളിമ്പിക്സിൽ സ്വർണ്ണ മെഡൽ കിട്ടിയ ആളെ പോലെയാണല്ലോ നിങ്ങളെ സ്വീകരിച്ചത് എന്നുള്ളത് പറഞ്ഞു. അതിനും വീണ്ടും മാപ്പ് ചോദിച്ചു. അത്തരത്തിൽ പരമാവധി കോടതിയെ പ്രകോപിപ്പിക്കാതെ ഉച്ചയ്ക്ക് ശേഷം കോടതിയെ എങ്ങനെയും തണുപ്പിക്കുക എന്നുള്ളതാണ് ബോബിയുടെ അഭിഭാഷകർ ചെയ്തത്. തുടർ നടപടികൾ കോടതി അവസാനിപ്പിച്ചിട്ടുണ്ട്, താക്കീത് നൽകിയിട്ടുണ്ട്. ഇനി മേലാൽ ഈ ജാതി പണിയുമായി ഇറങ്ങില്ല എന്ന് ബോബി ചെമ്മണ്ണൂർ കോടതിയെ അറിയിക്കുകയും ചെയ്തു. തൽക്കാലം ശാന്തം സ്വസ്ഥം. ബോബി ചെമ്മണ്ണൂരിന് വിശ്രമിക്കാം. ശരി ശ്രീകാന്ത്, ശ്യാംകുമാർ കൂടി ചേരുന്നുണ്ട്. ജയിലിന് മുന്നിലെ രാവിലെ ഉണ്ടായ നാടകങ്ങൾ, ആ സംഭവങ്ങളാണ് ശ്യാം പറയുന്നത്. ശ്യാം, നമ്മൾ കഴിഞ്ഞ 2 ദിവസങ്ങളായൊക്കെ കാണുന്നതാണ് ബോച്ചെ ഫാൻസിന്റെ ഒരു പ്രതികരണവും ആവേശവും ആഘോഷവും ഒക്കെ. ഇന്ന് രാവിലെ നമ്മൾ കണ്ടു ജയിലിന് മുന്നിൽ ബോച്ചെ ഫാൻസ് ബോച്ചയ്ക്കായി മുറവിളി കൂട്ടുന്നു, ആരാധകർ കൂടി നിൽക്കുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അത്തരത്തിൽ ജയിലിന് മുന്നിൽ നടന്ന നാടകീയ സംഭവങ്ങൾ എന്തൊക്കെയായിരുന്നു ശ്യാം? ഇന്ന് രാവിലെ ബോബി ചെമ്മണ്ണൂറിന്റെ ആരാധകർ എന്ന് അവകാശപ്പെട്ടവർക്ക് ജയിലിന് മുന്നിലേക്ക് എത്താൻ സാധിച്ചില്ല എന്നുള്ളതായിരുന്നു ഏറ്റവും ആശ്വാസകരമായ കാര്യം. അവരെ പോലീസ് അവിടെ തടയുകയായിരുന്നു. അപ്പോഴാണ് ബോബി ചെമ്മണ്ണൂരിന്റെ വസ്ത്രധാരണത്തോട് സാമ്യമുള്ള മോച്ച എന്ന് സ്വയം വിശേഷിപ്പിച്ച ഒരാൾ ജയിലിന് മുന്നിലേക്ക് എത്തിയത്. ഇയാൾ അവിടെ നിന്നാൽ ബോബി ചെമ്മണ്ണൂരിന്റെ ജാമ്യ ഉത്തരവുമായി വരുമ്പോൾ പ്രശ്നമുണ്ടാവുമെന്ന് കരുതി ബോബി ചെമ്മണ്ണൂരിന്റെ കൂടെ ഉണ്ടായിരുന്നവർ തന്നെ ഇയാളെ അവിടെ നിന്ന് മാറ്റുകയായിരുന്നു. തൊട്ടു പിന്നാലെ തന്നെ കോടതിയുടെ വിമർശനം വന്നതോടുകൂടി അവിടെ എത്തിയിരുന്ന ബോബി ചെമ്മണ്ണൂർ ഫാൻസ് എന്ന് അവകാശപ്പെട്ട ഒരു കൂട്ടം ആളുകളെ അവിടെ നിന്ന് ബോബി ചെമ്മണ്ണൂരിന്റെ ജീവനക്കാരും മറ്റും ചേർന്ന് മാറ്റുകയായിരുന്നു. ഏതായാലും രാവിലെ ജയിലിന്റെ മുന്നിലേക്ക് ഇന്നലെ ഉണ്ടായിരുന്ന അത്രയും ആളുകൾ എത്തിയില്ല. പക്ഷെ ഇന്നലെ അതല്ലായിരുന്നു സ്ഥിതി. വൈകുന്നേരം അവിടെ തടിച്ചുകൂടിയ ആളുകൾ ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം കിട്ടിയതോടുകൂടി മുദ്രാവാക്യം വിളിച്ച് അവസാനം കോടതിക്ക് എന്താ ബോബി ചെമ്മണ്ണൂരിന്റെ കാര്യത്തിൽ കാര്യമെന്നുള്ള മുദ്രാവാക്യം പോലും വിളിച്ചു. മജിസ്ട്രേറ്റിനെതിരായിട്ട് മുദ്രാവാക്യങ്ങൾ വിളിച്ചു, പടക്കം പൊട്ടിക്കാൻ ശ്രമിച്ചു. അങ്ങനെയാണ് ഇന്നലെ വൈകുന്നേരം അവരെ തടഞ്ഞത്. ഇന്ന് രാവിലെയും വീണ്ടും ഈ നേരത്തെ പറഞ്ഞ മെൻസ് അസോസിയേഷന്റെ ഭാരവാഹികൾ എന്ന് അവകാശപ്പെട്ട ഒരു 3-4 പേർ അവരവിടെ എത്തുകയും റോഡിൽ മാലപ്പടക്കം കൂട്ടിയിട്ട് കത്തിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ഇത് പോലീസ് എത്തിയാണ് പിന്നീട് കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോയത്. ഏതായാലും ഈ ആരാധകർക്കെതിരെ കേസ് വരുമെന്നുള്ള കാര്യം ഏകദേശം ഉറപ്പായിട്ടുണ്ട്. ബോബി ചെമ്മണ്ണൂരിന്റെ ആരാധകർ അവിടെ നിന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ കോടതി ഇന്ന് പറഞ്ഞ വിമർശനത്തിലും നിർത്തില്ലായിരുന്നു കാര്യങ്ങൾ എന്നുള്ള കാര്യം ഉറപ്പായിരുന്നു. ഏതായാലും അവരെയൊക്കെ അവിടെ നിന്ന് പോലീസും മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് ബോബി ചെമ്മണ്ണൂർ ജയിലിൽ നിന്ന് ഇറങ്ങുകയും വളരെ വേഗത്തിൽ വാഹനത്തിൽ കയറി അവിടെ നിന്ന് പോവുകയും ചെയ്തത്. ആരാധകർ കഴിഞ്ഞ 2 ദിവസമായി ബോബി ചെമ്മണ്ണൂരിന് വരുത്തിവെച്ച തലവേദനകൾ ചില്ലറയല്ല. അതിന്റെയൊക്കെ ഫലമാണ് ബോബി ചെമ്മണ്ണൂർ ഇന്ന് കോടതിയിൽ നിന്ന് കേട്ട വിമർശനങ്ങൾ ഉൾപ്പെടെയുള്ളത്. കാരണം ആരാധകർ ഒരുപക്ഷെ നിയമത്തിന്റെ മുകളിൽ ഒരു ബിംബമായി ബോബി ചെമ്മണ്ണൂരിനെ പ്രതിഷ്ഠിക്കാൻ പോലും ശ്രമിച്ചു എന്ന് പറയേണ്ടി വരും. അതിനൊക്കെയാണ് ഇന്ന് കോടതി അതിരൂക്ഷമായ ഭാഷയിൽ ആരാണ് ബോബി ചെമ്മണ്ണൂർ, നിയമത്തിന് മുന്നിൽ ഇയാൾക്ക് എന്താണ് കാര്യം എന്നുള്ളത് കടുത്ത ഭാഷയിൽ തന്നെ തിരക്കിയത്. ശരി ശ്യാം. ഇനി തൃശ്ശൂരിൽ നിന്ന് സൂരജ് സജി ചേരുന്നുണ്ട്. സൂരജ് സജി നമ്മുടെ വാർത്താ സമ്മേളനത്തിന്റെ വിശദാംശങ്ങൾ നൽകുന്നതായിരിക്കും. സൂരജ്, എന്താണ് അവസ്ഥ? രാവിലെ ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഭയങ്കര കോൺഫിഡൻസോടെ നമ്മുടെ ബോബി ചെമ്മണ്ണൂർ വാർത്താ സമ്മേളനം വിളിച്ചിരുന്നു. പക്ഷേ അതിന് പിന്നാലെ കോടതിയുടെ ഭാഗത്തു നിന്ന് അതിരൂക്ഷ വിമർശനം ഉണ്ടായപ്പോൾ വാർത്താ സമ്മേളനത്തിന്റെ സമയം മാറ്റി. ഇപ്പോൾ നിലവിൽ എന്താണ് അവസ്ഥ? വാർത്താ സമ്മേളനം നടത്തുന്നുണ്ടോ? നിലവിൽ ബോബി ചെമ്മണ്ണൂരിൻ്റെ വാർത്താ സമ്മേളനം നടത്തില്ല എന്നുള്ളത് തന്നെയാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. ഞാനിപ്പോൾ ഉള്ളത് തൃശ്ശൂർ പുഴയ്ക്കലിലെ ശോഭ സിറ്റിയിലുള്ള ബോബി ചെമ്മണ്ണൂരിൻ്റെ വസതിയിലാണ്. ഇവിടെയാണ് അദ്ദേഹം ഈ കോടതി നടപടികൾക്ക് ശേഷം അവസാനമായി എത്തിയത്. ഇവിടെയാണ്. ഇവിടെ നിന്ന് അദ്ദേഹം കോഴിക്കോട്ടേക്ക് യാത്ര തിരിച്ചു എന്നുള്ളതാണ് ബോബി ചെമ്മണ്ണൂരിൻ്റെ അടക്കം സ്റ്റാഫുമായി സംസാരിക്കുമ്പോൾ അവർ പറയുന്നത്. കോഴിക്കോട് ഭാര്യയെ കാണുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം ഇവിടെ നിന്ന് യാത്ര തിരിച്ചത് എന്നുള്ളതാണ് പറയുന്നത്. ഈ കോടതി വിധിക്ക് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം നമ്മളോട് നടത്തിയത്. അതായത് കോടതിക്ക് ഏതെങ്കിലും തരത്തിൽ താൻ തെറ്റായി പ്രതികരിച്ചു എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അതിൽ മാപ്പ് പറയുന്നു എന്നുള്ളതായിരുന്നു ബോബി ചെമ്മണ്ണൂരിൻ്റെ പ്രതികരണം. അതോടൊപ്പം തന്നെ ഈ ഫാൻസിനെ സംബന്ധിച്ച് ഫാൻസിനോട് ഇത്തരത്തിലൊരു പ്രതികരണം നടത്താൻ താൻ ഒരു നിർദ്ദേശവും നൽകിയിട്ടില്ല. തൻ്റെ ഫാൻസിൻ്റെ കോർഡിനേറ്റർമാരെ വിളിച്ച് ഈ കേസുണ്ടായ വേളയിൽ തന്നെ ഈ കേസിൻ്റെ നടപടിക്രമങ്ങൾ നടക്കുന്ന സമയത്ത് ഇത്തരത്തിൽ ഒരു പ്രതികരണവും പാടില്ല എന്ന് നേരത്തെ തന്നെ വിലക്കിയിരുന്നതാണ്. പക്ഷേ ആ വിലക്ക് ലംഘിച്ചുകൊണ്ട് അവർ നടത്തിയ ഒരു പ്രതികരണമാണ് ഈ ജയിലിന് മുന്നിൽ ഉണ്ടായതെന്നുള്ളതായിരുന്നു ബോബി ചെമ്മണ്ണൂർ ഇത് സംബന്ധിച്ച് നമ്മളോട് നടത്തിയ വിശദീകരണം. അതിനുശേഷമാണ് അദ്ദേഹം കോഴിക്കോട്ടേക്ക് പോയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 4 മണിക്ക് നിശ്ചയിച്ച വാർത്താ സമ്മേളനം നടക്കില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്കായിരുന്നു അദ്ദേഹം ആദ്യം മാധ്യമപ്രവർത്തകരെ കാണുമെന്ന് അറിയിച്ചിരുന്നത്. അങ്ങനെ ഈ തൃശ്ശൂർ പ്രസ് ക്ലബ്ബിൽ വലിയ രീതിയിൽ മാധ്യമപ്രവർത്തകർ എല്ലാവരും എത്തുകയും ചെയ്തു. പക്ഷേ തൊട്ടു പിന്നാലെ കോടതിയുടെ അതിരൂക്ഷ വിമർശനം വരുന്നു. ഉച്ചയ്ക്ക് 1:45 വീണ്ടും കേസ് പരിഗണിക്കുന്നു. ഈ സമയത്താണ് അദ്ദേഹം വാർത്താ സമ്മേളനം തന്നെ മാറ്റിവെക്കുന്നത്. പിന്നീട് മാധ്യമപ്രവർത്തകരെ ഇദ്ദേഹം കണ്ട സമയത്ത് അദ്ദേഹം കോടതിയോട് പരസ്യമായി തന്നെ മാപ്പ് പറയുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും തൃശ്ശൂരിൽ നിന്ന് അദ്ദേഹം ഇപ്പോൾ കോഴിക്കോട്ടേക്ക് യാത്ര തിരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം.
ശരി, സൂരജ് സജി വിവരങ്ങൾ നൽകി.